മല പൊന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഹരിയർ ഫോർട്ട് കയറുക എന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ട്രക്കിംഗ് പോയിന്റുകളിൽ ഒന്നാണ് ഈ ഹരിയർ ഫോർട്ട്. ഇവിടേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു യാത്രാവിവരണമാണ് ഈ വീഡിയോ. എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാസിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 350 രൂപയാണ് ജനറൽ ടിക്കറ്റ്. മഹാരാഷ്ട്രയിലെ നാസിക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ട്രിംബകേശ്വർ എന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് ട്രിംബകേശ്വറിലെത്താം. ഈ ബസ്സിൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ആവറേജ് ഒരു 50 രൂപയാണ്. അങ്ങനെ നമ്മൾ ട്രിംബകേശ്വറിലേക്കുള്ള യാത്രയിലാണ്. ബസ്സിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. ട്രിംബകേശ്വറിലെത്തിയതിന് ശേഷം നമുക്ക് നിർഗുഡ്പാടയിലേക്ക് വണ്ടികൾ ലഭിക്കും. ഇവിടെ ഒരുപാട് വാനുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. 2 പോയിന്റുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഹരിയർ ഫോർട്ടിലേക്ക് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഒന്ന് നിർഗുഡ്പാടയിലാണ്. ഞങ്ങൾ ആരംഭിച്ചത് നിർഗുഡ്പാടയിൽ നിന്നാണ്. നമുക്ക് സ്റ്റേ വരുന്നത് ഒരാൾക്ക് വെറും 200 രൂപയാണ് ഇവിടെ. അതുപോലെ നല്ല ഹോംലി ഫുഡും നമുക്കായിട്ട് ഇവരിവിടെ തയ്യാറാക്കിയിട്ട് നൽകും. അതിൻ്റെ നമ്പർ ഞാൻ നൽകുന്നുണ്ട്. ഫുഡൊക്കെ പിന്നെ പുറത്ത് പോയാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. ഇവരിവിടെ ചെറിയ പൈസക്ക് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ബൈക്കേഴ്സിനൊക്കെ നല്ല ഉപകാരമാകും ഈ കാര്യം. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വളരെ നേരത്തെ എണീറ്റിട്ട് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഹരിയർ ഫോർട്ടിലേക്ക്. ഈ ഒരു ഗ്രാമത്തിനുള്ളിലൂടെയുള്ള ഈ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയാൽ പിന്നെ ചെങ്കുത്തായ വഴികളാണ്. പാറക്കെട്ടുകളൊക്കെ ചാടിക്കടന്നിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. നിങ്ങൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ ഹരിയർ ഫോർട്ട്. മെയിൻ ട്രക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് തട്ടുകടകളൊക്കെ കാണാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ട് കിട്ടുന്ന ഒരു സാധനം നൂഡിൽസാണ്. ആ നൂഡിൽസ് വെച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. 50 രൂപയാണ് നൂഡിൽസ് ഒരു പ്ലേറ്റ്. ഇവിടെ നമ്മൾ 2 ആൾ വീതം ആണ് ഇത് ഷെയർ ചെയ്ത് കഴിച്ചത്. അങ്ങനെ ഒരാൾക്ക് 25 രൂപയാണ് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? സൂപ്പർ. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ വഴി തെറ്റാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വഴി തെറ്റാതെ വേണം ഇവിടുന്ന് യാത്ര ആരംഭിക്കാൻ. അങ്ങനെ ഏകദേശം നമ്മൾ ഹരിയർ ഫോർട്ടിന് താഴെയായിട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വളരെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. ഈ സമയമാണ്, പുലർച്ചെ സമയമാണ് ട്രക്കിങ്ങിന് പറ്റിയ സമയം. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ. പറഞ്ഞ പോലെ ഗൈസ്, എൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ ഹരിയർ ഫോർട്ടിൽ പോകുക എന്നുള്ളത്. ആ ഒരു സ്വപ്ന ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു ഗൈസ്. ഫാമിലിക്ക് പറ്റിയ സ്പോട്ട് അല്ലെങ്കിലും ഒരുപാട് സ്ത്രീകൾ ഇവിടെ ട്രക്ക് ചെയ്യാൻ വരാറുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടാണ്. വെറും 80 ഡിഗ്രി ചെരിവിൽ നമ്മൾ കുത്തനെ ഇങ്ങനെ പിടിച്ചിട്ട് കയറണം. അടിപൊളി ഫീലാണ് ഗൈസ്. ഇത് പണ്ട് അന്നത്തെ നാട്ടുരാജാക്കന്മാരായിട്ടുള്ള രാജാക്കന്മാർ അവരുടെ രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോട്ടയാണ്. ആ ഒരു കോട്ടയുടെ മുകൾ വശമാണ് ഈ കാണുന്നതൊക്കെ. അന്നത്തെ കാലത്ത് ഇതിങ്ങനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് ആയിരിക്കും ഈ ആളുകൾ എടുത്തിട്ടുണ്ടാവുക. ഈ പാറ തുരന്നിട്ട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അങ്ങനെ ആ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടുള്ള മുകളിലെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല കോട മഞ്ഞും ചാറ്റൽ മഴയും ഉള്ള ഒരു അടിപൊളി ഫീല്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ചിലർ വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഫുള്ള് ഉണ്ട് സഖി കളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആട്ടവും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയിട്ട്, ഇതാണ് ഹരിയർ ഫോർട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ്. നമുക്ക് ഇവിടെ കയറുന്നത് കുറച്ച് റിസ്ക്കാണ്, എന്നാലും നമ്മൾ ഇവിടെയും കയറി. അപ്പോൾ ചങ്ങായിമാരെ, നിർബന്ധമായിട്ടും പോകേണ്ട ഒരു സ്പോട്ടാണ് ഹരിയർ ഫോർട്ട്. ഒരു പ്രാവശ്യം പോയവർ വീണ്ടും വീണ്ടും പോകണം. എനിക്കും വീണ്ടും വീണ്ടും പോകണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ടാണ് ഹരിയർ ഫോർട്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇനി വീണ്ടും പോകണം. ഒരു 2000-2500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഈ പോയ റൂട്ടിൽ നിങ്ങൾക്കും പോകാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഫോളോ ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു.